തിരുവനന്തപുരത്തെ യുവ ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യയിൽ പ്രതി ഡോക്ടർ റുവൈസിന് ഉപാധികളോടെ ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി. റുവൈസിനെതിരെയുള്ളത് ഗുരുതര കുറ്റമാണെന്നും വിദ്യാർത്ഥി എന്നത് മാത്രം പരിഗണിച്ചാണ് ജാമ്യം നൽകുന്നതെന്നും കോടതി വ്യക്തമാക്കി. റുവൈസിന്റെ സസ്പെൻഷൻ കോളേജിന് തീരുമാനമെടുക്കാമെന്നും കോടതി അറിയിച്ചു. ഉപാധികളോടെയാണ് ഡോക്ടർ റുവൈസിന് ഹൈക്കോടതി ജാമ്യം നൽകിയത്. തെളിവെടുപ്പും ചോദ്യം ചെയ്യലും പൂർത്തിയായി. ഈ ഘട്ടത്തിൽ തുടർന്നുള്ള കസ്റ്റഡി അനിവാര്യമല്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. സാധാരണ ജാമ്യവ്യവസ്ഥകളാണ് റുവൈസിന് ബാധകം. ഒപ്പം പാസ്പോർട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസിൽ ഹാജരാക്കണമെന്നും ഹൈക്കോടതി റുവൈസിന് നിർദ്ദേശം നൽകി. റുവൈസിനെതിരായ കേസ് ഗുരുതരമാണ്. എന്നാൽ ഈ ഘട്ടത്തിൽ ജാമ്യം നൽകുന്നുവെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നു. റുവൈസിന്റെ സസ്പെൻഷൻ തുടരണോ വേണ്ടയോ എന്നതിൽ തീരുമാനമെടുക്കേണ്ടത് മെഡിക്കൽ കോളേജ് അധികൃതരാണ്. അധികൃതർക്ക് സ്വതന്ത്രമായ തീരുമാനമെടുക്കാം. റുവൈസിന് ജാമ്യം ലഭിച്ചുവെന്നത് സസ്പെൻഷന്റെ തീരുമാനത്തെ ബാധിക്കില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. മിടുക്കനായ വിദ്യാർത്ഥിയാണെന്നും ജാമ്യം ലഭിച്ചില്ലെങ്കിൽ ഭാവി നഷ്ടപ്പെടുമെന്നുമായിരുന്നു റുവൈസിന്റെ അഭിഭാഷകന്റെ വാദം. വിദ്യാർത്ഥിയാണെന്ന പരിഗണനയിലാണ് ജാമ്യം നൽകുന്നതെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ജസ്റ്റിസ് പി ഗോപിനാഥ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് റുവൈസിന് ജാമ്യം നൽകിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഒന്നാം പ്രതിയാണ് ഡോക്ടർ റുവൈസ്. വിവാഹിതരാകാൻ റുവൈസ് സ്ത്രീധനം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഡോക്ടർ ഷഹന ആത്മഹത്യ ചെയ്തത്. കേസിൽ റുവൈസിന്റെ പിതാവ് അബ്ദുൾ റഷീദിന് ഹൈക്കോടതി നേരത്തെ മുൻകൂർ ജാമ്യം നൽകി. ഈ മാസം 12 മുതൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് ഡോക്ടർ റുവൈസ്. റിപ്പോർട്ടർ, കൊച്ചി.